ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിന്റെ മാധുര്യം, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ വചനത്തെ പലപ്പോഴും ശബ്ദമായിട്ടും വാക്കുകളായിട്ടും കാണും. പക്ഷെ ബൈബിളില് നമ്മൾ വചനം എന്ന് കാണുന്നിടത്ത് അവൻ എന്നാണ് പറയുന്നത്, വ്യക്തിയായിട്ടാണ്. ഹീ എന്നാണ്, അവൻ എന്നാണ് പറയുന്നത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ അവിടെ വ്യക്തമായി പറയുന്നു അവനെ കൂടാതെ. അപ്പൊ വചനത്തെ അവൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തെ ഒരു വ്യക്തിയായി കാണാൻ കഴിയും. നമ്മിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായി, നമ്മിൽ ജീവിക്കുന്ന വ്യക്തിയായി. അതെ, വചനം അസാധ്യതകളെ സാധ്യമാക്കുന്ന വചനം. അതുകൊണ്ട് തന്നെ വചനത്തിന് നാം വചനത്തിന് അർഹിക്കുന്ന പ്രാധാന്യം നമ്മൾ കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് അർഹിക്കുന്ന ശക്തി അല്ലെങ്കിൽ വിശ്വാസത്തോടെ നമ്മൾ വചനത്തെ കാണുമ്പോൾ നാം വിശ്വസിക്കുന്നത് പോലെ വചനം നമ്മളിൽ ഇടപെടാൻ ആരംഭിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാണ്, അവിടെ എല്ലാം അസാധ്യമായി ലോകം പറഞ്ഞതിന് മുഴുവൻ സാധ്യതയാക്കി തീർക്കുവാനായിട്ട് കർത്താവിന് കഴിയും. അത് കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരിടത്തും ഒരു പോയിന്റിലും വഴുതി പോകാതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട്, കർത്താവിന്റെ മഹത്വത്തെ, കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിൽ വളരുവാൻ, വർദ്ധിക്കുവാനായിട്ട്. അതേ പ്രിയപ്പെട്ടൊരു ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമ്മളെ വചനത്തിൽ നിർത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് പുത്രനെ വെളിപ്പെടുത്തി തരുന്നത്. അതായത് ആമേൻ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പുത്രന്റെയും ആത്മാവ്. അപ്പൊ പുത്രനെ പുത്രനായും പിതാവിനെ പിതാവായും നമുക്ക് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. കാരണം ഇവരിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ അതേ ആത്മാവ് നമ്മിലും വസിക്കുന്നത് കൊണ്ട് നമ്മൾ വചനം ചിന്തിക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് വചനം ചിന്തിക്കുമ്പോൾ വചനം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റത്തെ, രൂപാന്തരത്തെ, അത്ഭുതത്തെ വിളിച്ചുകൊണ്ടുവരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ധാരാളമായി ദിവസങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ കാണുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിലാണ്. പക്ഷെ യേശുക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശുവിൽ വെളിപ്പെട്ട ദൈവശക്തി, യേശുവിൽ മറഞ്ഞിരുന്ന ദൈവശക്തി, ആ ശക്തിയുടെ പ്രവർത്തനം, അതായത് ദൈവം മനുഷ്യനായി മനുഷ്യനിൽ വന്ന് വസിച്ചതാണ് യേശുക്രിസ്തു. ക്രിസ്തുവാകുന്ന ദൈവത്തിന്റെ നേച്ചർ മനുഷ്യനാകുന്ന യേശുവിൽ വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു. നമ്മുടെ ജീവിതത്തിൽ അത് നമുക്കൊരു പ്രത്യാശ തരുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുന്നു. നമ്മൾ പലപ്പോഴും യേശുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്മർദ്ദങ്ങളിൽ കൂടെ പോകുന്നത്. നമുക്കൊരു കാര്യം നിശ്ചയമാണ്, യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എൻ്റെ അകത്തുണ്ട്. യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് മോശയിലുണ്ടായിരുന്നു. യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് ദാവീദിലുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ്, നമ്മൾ 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവരിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ അവര് വേണ്ട പോലെ തിരിച്ചറിഞ്ഞു. പക്ഷെ നമുക്ക് അവരുടെ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ മോശയുടെ കാര്യം എടുത്തു പറയുന്നിടത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. വിശ്വാസത്താൽ 24-ാം വാക്യം മുതലാണ് ഞാൻ വായിക്കുന്നത്. എബ്രായ ലേഖനം 11:24. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രരുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നുകയും ചെയ്തു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. അപ്പൊ അവിടെ പറയുന്നത്, മോശയുടെ കാലത്ത് നമ്മുടെ മനസ്സിലാക്കൽ അനുസരിച്ച് ക്രിസ്തുവില്ല, അല്ലെ? ക്രിസ്തു
നമുക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മറിയയിൽ ജനിച്ച ക്രിസ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു അവൻ ആദിയിലും ഉണ്ടായിരുന്നത്. കാരണം അവനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തില് 16-ാം വാക്യം, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ ഞാൻ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകും. അപ്പൊ അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശു തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഉദയനക്ഷത്രമാണ്, ദാവീദിന്റെ വേരും വംശവുമാണ്. അത് അവിടെ പറയുമ്പോൾ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിന് തന്നെ അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്. 18-ാം വാക്യം, 17-ാം വാക്യം, 18-ാം വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി, അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പോൾ അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ആദ്യനും അന്ത്യനുമാണ്. അപ്പൊ യേശു ആദ്യം മുതലേ ഉള്ളവൻ. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ 22-ാം അധ്യായത്തിൽ തന്നെ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ തന്നെ 12-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. അവിടെ വളരെ വ്യക്തമായി പറയുന്നു യേശു ക്രിസ്തു ആദ്യനും അന്ത്യനുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് മറ്റൊരു സ്ഥലത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ. അപ്പോൾ അവിടെ പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ കുഞ്ഞാടും യോഹന്നാൻ പരിചയപ്പെടുത്തിയപ്പോൾ മുതലല്ല അവൻ കുഞ്ഞാടായത്. അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവൻ. ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തക യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നാൽ അതേ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ അവിടെ നമുക്ക് അവനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവന് ഏകജാതനായവന്റെ തേജസ്. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യനും അന്ത്യനും, അപ്പോൾ ആരംഭത്തിൽ തന്നെ ഉള്ളവനാണ് യേശു. ആരംഭത്തിൽ തന്നെ ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഹല്ലേലൂയ നമ്മളിവിടെ കാണുന്നത്. ആദ്യനും അന്ത്യനുമായ യേശുക്രിസ്തു. മോശ അവൻ തന്റെ ജനത്തിന്റെ കൂടെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നുണ്ട്. ക്രിസ്തുവിനെ നിന്ന. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളവിടെ കാണുമ്പോൾ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, പുറപ്പാട് പുസ്തകത്തില് അതിന്റെ 14-ാം അധ്യായത്തിൽ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രാ മധ്യേ അവർ ഒരു വലിയ പ്രതികൂലത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു, അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അത് ചെങ്കടൽ. അതായത് ഒരു എന്താ പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകാൻ ഹോപ്പില്ല. പക്ഷെ ആ ചെങ്കടൽ മുമ്പിൽ വന്നു. അത് ഒരുപക്ഷെ അവിടെ കൂടാരം അടിക്കാമായിരുന്നു. പക്ഷെ വലിയ ഭീതിയുള്ളതായ വിഷയം എന്താന്ന് വെച്ചാൽ, പുറകില് ഫറവോന്റെ സൈന്യം. ഫറവോന്റെ സൈന്യത്തിനും ചെങ്കടലിൽ നടുവില് ഇവർക്ക് ചലിക്കാൻ കഴിയാതെ വണ്ണം അവരായിരിക്കും അവിടെ. അപ്പോൾ തന്നെ അവര് ഒരു കൂട്ടം കൂടി അവർ പറയുന്നു, നമുക്ക് മടങ്ങിപ്പോവാം, അതാണ് നല്ലത്, മടങ്ങിപ്പോവാം. അവർ മടങ്ങിപ്പോകാമെന്ന് ഒരു കൂട്ടർ പറയുകയും ഒരു കൂട്ടർ പറയുന്നു, നീ ഞങ്ങളോട് ചെയ്തത് വലിയ ചതിയായിപ്പോയി. ഞങ്ങൾക്ക് മിസ്രൈമില് ഞങ്ങൾ അടക്കം ചെയ്യാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഞങ്ങളെ അവിടെ അടക്കിയാൽ മതിയാണ്, ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? അവർ മോശയ്ക്ക് നേരെ പിറുപിറുക്കുന്ന ഒരു കൂട്ടമായിട്ട് അവര് തിരിഞ്ഞ് മോശയ്ക്ക് നേരെ പിറുപിറുക്കണം. അത്ര വലിയൊരു സമ്മർദ്ദത്തിൽ കൂടെ പോകുന്ന മോശയെ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോഴവിടെ അവരെല്ലാവരും പിറുപിറുക്കുകയും അങ്ങനെ ഒരു പ്രയാസത്തിൽ കൂടെ പോകുന്നത് ആ സമയത്ത് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈം വരെ ഇനി ഒരു നാളും കാണുകയില്ല. അവിടെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്,
ഉറച്ചു നിൽക്കുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് ദൈവം യഹോവ വരുത്താനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നമുക്കറിയാം, യഹോവയായ ദൈവം, യേശു എന്ന പേരിന്റെ അർത്ഥം സാൽവേഷൻ ഫ്രം യാഹ്വേ, യഹോവയിൽ നിന്ന് രക്ഷ. അപ്പം ഇവിടെ മോശ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ ചെങ്കടലിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്, നിങ്ങളുടെ കണ്ണുകൊണ്ട്. പുറകിൽ നിങ്ങൾ കാണുന്നത് ഫറവോന്റെ സൈന്യം. പക്ഷേ നിങ്ങളൊരു കാര്യം മറന്നുപോയി. ഇതിന്റെ 13-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം: അവൻ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവിടെ ദൈവം അവരുടെ പുറകിലായി വന്നു നിന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-ാം വാക്യം: അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ മുമ്പിൽ മേഘസ്തംഭത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. 13-ാം അധ്യായം 21-ാം വാക്യം ഞാൻ വീണ്ടും വായിക്കാം: അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് ആ പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി മേഘസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പൊ മേഘസ്തംഭം പുറകിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നത് ആരെയാണ്? യഹോവയായ ദൈവം പുറകിലേക്ക് മാറി നിന്നു. അതായത് ഫറവോനും ദൈവജനത്തിനും ഇടയിൽ, മോശയുടെ കൂട്ടത്തിനും ഫറവോന്റെ കൂട്ടത്തിനും ഇടയിൽ യഹോവയായ ദൈവം മേഘസ്തംഭമായി ഇറങ്ങി. അപ്പൊ അവിടെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 14-ാം അധ്യായം 10-ാം വാക്യം: ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമർ പിന്നാലെ വരുന്നത് കണ്ടു. അവർ ഇത്ര നേരം കണ്ടത് എങ്ങോട്ട്? അവരുടെ നോട്ടം എങ്ങോട്ടാണ്? അവര് മിസ്രൈമരെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ നോട്ടം മിസ്രൈമരിലേക്കാണ്. അവര് കാണുന്നത് ഫറവോന്റെ സൈന്യത്തെയാണ്. പക്ഷേ ഇവിടെ ദൈവം അവരോട് പറയുകയാണ്, മോശ അവരോട് പറയുകയാണ്, നിങ്ങൾ പുറകോട്ട് നോക്കി നിങ്ങൾ കണ്ടത് മിസ്രൈമെ സൈന്യത്തെയാണ്, ഫറവോന്റെ സൈന്യത്തെയാണ്. പക്ഷേ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ യഹോവ വരുത്തുന്ന രക്ഷയെ കാണുക. സാൽവേഷൻ ഫ്രം യാഹ്വേ, യഹോവയിൽ നിന്ന് വരുന്ന രക്ഷ കാണുക. യേശു എന്ന വാക്കിന്റെ അർത്ഥം സാൽവേഷൻ ഫ്രം യാഹ്വേ. യേശു എന്ന നാമത്തിന്റെ അർത്ഥം സാൽവേഷൻ ഫ്രം യാഹ്വേ. അപ്പോൾ അവിടെ മോശ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിനെയോ പുറകിൽ നിൽക്കുന്നതായ ഫറവോന്റെ സൈന്യത്തെയോ നിങ്ങൾ കാണാതെ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഹല്ലേലൂയ യഹോവയിലേക്ക്, യേശുവിലേക്ക്, ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക. അതെ, മോശ മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. ആ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം 3-ാം വാക്യം: എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ, അവരെ അനുഗമിച്ച ആത്മീക പാറ. അപ്പൊ അവിടെ നമ്മള് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്നത് യഹോവ അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നു. 14-ാം അധ്യായത്തിൽ കാണുന്നത് അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൂതനും മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്ന മേഘവും അവരുടെ പിൻപിൽ വന്നു നിന്നു. ഇവിടെ പറയുന്നത് അവരെ അനുഗമിച്ച ആത്മീക പാറ ക്രിസ്തു. ആമേൻ. അപ്പോൾ ആ ജനത്തെ നടത്തിയതും പ്രൊട്ടക്ട് ചെയ്തതും ഹല്ലേലൂയ ക്രിസ്തുവാണ്. അവരെ അനുഗമിച്ചത് ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ വ്യക്തമായി പറയുന്നു,
ആത്മീക പാറ ക്രൈസ്റ്റ്, ക്രിസ്തുവെന്ന ആത്മീക പാറ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം പലപ്പോഴും ദൈവപ്രവൃത്തിയെ വേണ്ടതുപോലെ തിരിച്ചറിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ പ്രതികൂലങ്ങളിലാണ്. കാരണം നമ്മൾ ചുറ്റുപാടുകളിൽ നിൽക്കുന്നവരെ കാണും. നമ്മൾ ഉടനെ അതിന് പല കാര്യങ്ങൾ പറയും. പിശാച് അവരെ എടുത്ത് ഉപയോഗിക്കുക, ഇവരെ എടുത്ത് ഉപയോഗിക്കുക. ഞാൻ പറയട്ടെ, ഒരു പിശാചിനും നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവ പദ്ധതിയെ ഉടയ്ക്കാൻ, തകർക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിയാൽ. പിശാച് കൊണ്ടുവരുത്തുന്ന പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും കണ്ട്, പിശാചിനെ വലിയവനായി കണ്ട് നിങ്ങളുടെ ആത്മാവിലെ സന്തോഷത്തെ കെടുത്തിക്കളയാതെ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം, നിങ്ങൾ വിഷയങ്ങളിൽ ദൈവത്തെ കാണുമ്പോൾ, ക്രിസ്തുവിനെ കാണുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആമേൻ, അപ്പോൾ മാത്രമേ ഉറച്ചു നിൽക്കാൻ സാധിക്കൂ. ഇവിടെ മോശ ജനത്തോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ വരുത്തുന്ന രക്ഷയെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഈ പ്രതികൂലത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ക്രിസ്തുവിനെ കാണുക. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ വലിപ്പം കണ്ട് അതിനെ പർവ്വതീകരിച്ച് പറയാതെ, ഹല്ലേലൂയ, പകരമായിട്ട് ഹല്ലേലൂയ, ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്നെ കരുതുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടാകും, എന്നെ ലജ്ജിപ്പിക്കാത്തൊരു ദൈവം എന്റെ കൂടെ ഉണ്ടാകും. അതെ, ഹല്ലേലൂയ. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു വലിയ ആവശ്യം ആ കുടുംബത്തിനകത്തുണ്ടായി, വലിയൊരു ആവശ്യം. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നിന്ന വരുന്ന ഒരു കാര്യമാണ്. ആ നിന്ന പോലെ വരുന്ന ആ വിഷയത്തിനകത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ നിന്ന ചുമക്കേണ്ട ആ സാഹചര്യത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ട്, അവരുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇടപെട്ടിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു. നാളുകൾ കൊണ്ട് അവർ ഒരുക്കേണ്ട കാര്യത്തെ നിമിഷം കൊണ്ട് ഒരുക്കി കൊടുത്തു. അവരുടെ നിന്നയെ മാറ്റി. പുറം ലോകം അറിയാതെ, വിരുന്നുവാഴി അറിഞ്ഞില്ല, കോരിവെച്ച വേലക്കാരും മണവാളും വേറെ ആരും അറിഞ്ഞില്ല. വിരുന്നുവാഴി അറിഞ്ഞില്ല ഇതെങ്ങനെ സംഭവിച്ചത്. ആരും അറിയാതെ വണ്ണം ആ കുടുംബത്തിന്റെ സാഹചര്യത്തിൽ വലിയവനായ കർത്താവ് ഇടപെട്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഒരു വിധത്തിലും പിശാച് നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ തലമുറകളെയോ ആമേൻ പിശാചിന്റെ ഇമോഷൻ അപഹരിക്കാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ജീവിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്നും കുറുകാത്ത കരവും മന്ദമാകാത്ത കാതുമായി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, അവൻ നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ ഇവിടെ കാണേണ്ടത് എന്താണ്? ഇവിടെ സംഭവിക്കേണ്ട മാറ്റം എന്താ? നിങ്ങൾ പുറകെ വരുന്ന ഫറവോന്റെ സൈന്യത്തെ കാണുകയോ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലിനെ കാണുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വിഷയത്തിൽ ക്രിസ്തുവിനെ കാണുക, യേശുവിനെ കാണുക, ദൈവ രക്ഷയെ കാണുക, ദൈവത്തിന്റെ വിടുതലിനെ കാണുക. അത്ഭുതമായി നിങ്ങൾ മാറും. നിങ്ങൾ അത്ഭുതമായി മാറും. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾ കാണുമ്പോൾ അവിടെ ഹല്ലേലൂയ, മോശ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കുറച്ച് നിൽക്കാം, നിങ്ങളുടെ ഭയം മാറിപ്പോ. പിന്നെ കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ കണ്ടാൽ ഇപ്പോൾ കാണുന്ന നിങ്ങളുടെ പ്രശ്നത്തെ ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. അതെ, ആ വിഷയത്തിനകത്ത് നിങ്ങൾ ആ വിഷയം ഉണ്ടാക്കിയ വ്യക്തിയെ നോക്കാതെ, ആ വിഷയത്തിനകത്തുള്ള സ്പിരിറ്റിനെയും ആ പിശാചിനെയും നിങ്ങൾ കാണണ്ട, ആ വ്യക്തിയെ നിങ്ങൾ കാണണ്ട, ശ്രദ്ധിക്കണ്ട. ആ സ്ഥലം, ആ വ്യക്തി, ആ വസ്തു, നിങ്ങളുടെ ശ്രദ്ധയും ചിന്തയും അങ്ങോട്ട് പോകണം. നിങ്ങളെ വിളിച്ച കർത്താവിലേക്ക് നിങ്ങൾ നോക്കാം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് ക്രിസ്തുവിനെ നോക്കി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിലേക്ക് നോക്കി നിങ്ങളുടെ ഓട്ടം ഓടുക. നിങ്ങളുടെ വിഷയം എത്ര വലുതായിക്കോട്ടെ, അതിനേക്കാൾ വലിയവനായവൻ നിങ്ങളോടൊപ്പം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു എത്ര വലിയവനായിക്കോട്ടെ, അതിലും വലിയവനായിട്ട് കർത്താവ് നിങ്ങൾ കൂടും. നിങ്ങൾക്ക് ഒരുപക്ഷെ ചില വിഷയങ്ങളുടെ അകത്ത് നിങ്ങൾ വിചാരിച്ചേക്കാം, ഇനി അതിനൊരു പരിഹാരമില്ല, കഴിഞ്ഞു, ഇനി അത് തീർന്നു.
പരിഹാരമില്ല എന്നും തീർന്നുവെന്നും സാധ്യതകളില്ല എന്നും നിങ്ങൾ പറയുന്ന അതേ വിഷയത്തിനകത്ത് സ്വർഗം ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഇന്ന് തന്നെ കർത്താവ് അതിനകത്ത് അത്ഭുതം ചെയ്യും. ഇന്ന് തന്നെ കർത്താവ് അതിനകത്ത് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് തന്നെ കർത്താവ് അതിനകത്ത് അത്ഭുതം ചെയ്യും. പ്രൈസ് ഗോഡ്. മോശ ജനത്തോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഈ ഫറവോന്റെ സൈന്യത്തെ കണ്ട് നിങ്ങൾ നിലവിളിക്കാതെ, ചെങ്കടൽ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ, യഹോവ വരുത്തുന്ന രക്ഷയാണ്. ക്രിസ്തുവിനെ കണ്ടേ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ കാണാനായിട്ട് മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, മോശെ എൻ്റെ കയ്യിലെ വടി ഉയർത്തി ചെങ്കടലിനെ വിഭാഗിക്കാം. അത് ചെങ്കടൽ അവിടെ രണ്ടായിട്ട് മാറി നിന്നു. ജനം വളരെ ലഘുവായിട്ട് ആ ചെങ്കടൽ കടന്നപ്പോഴെത്തി, അക്കരെത്തി. മോശ പറഞ്ഞ പോലെ തന്നെ ദൈവമല്ല മോശയോട് പറഞ്ഞു, മോശ പറഞ്ഞതുപോലെ തന്നെ അന്ന് കണ്ട മിസ്രൈമിനെ പിന്നെ അവർ പിന്നെയും കണ്ടു, അല്ലേ? കണ്ടു, ശരിയാ. പക്ഷെ അന്നു കണ്ട സ്വഭാവത്തിൽ, അന്ന് കണ്ട അധികാരത്തോടെ ഇവരെ വാഴുന്ന നിലയിൽ പിന്നെ ഒരിക്കലും ഒരു മിസ്രൈമിനെ കണ്ടിട്ടില്ല. മോശ പറഞ്ഞ് ഇന്നും അത് അവരുടെ ജീവിതത്തിൽ നിവൃത്തിയായി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നമ്മുടെ വിഷയങ്ങളുടെ വലിപ്പം കണ്ട്, നമുക്കെതിരെ നിൽക്കുന്നവരുടെ വലിപ്പം കണ്ട്, നമ്മുടെ കുറ്റം പറഞ്ഞവരുടെ വലിപ്പം കണ്ട്, അവരെന്റെ ശത്രുക്കളായി മാറി, അവരെന്നെ പ്രയാസപ്പെടുത്തും എന്ന് നിങ്ങൾ ആ വ്യക്തികളിലേക്ക് നോക്കാതെ, അതിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന പിശാചിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ശാപമാകട്ടെ, എന്തുവാട്ടെ, ഒരു പിശാചിനും നിങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയെ തടയാനോ അതിന് ദിശ തിരിച്ചുവിടാനോ സാധ്യമല്ല, സാധിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ കാണുക. നിങ്ങൾ അത്ഭുതം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ, നിങ്ങൾ അത്ഭുതമായി തീരുവാൻ വിളിക്കപ്പെട്ടവർ. ഒരു നാളും നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല. ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന സകല വിഷയങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി, ഇതുവരെ ആ പ്രശ്നങ്ങളെ കണ്ട് പതറിയിരുന്ന സ്ഥലത്തു പരിഹാരകനായ കർത്താവിലേക്ക് നോക്കാം. നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിപ്പറിക്കാൻ കർത്താവിന് കഴിയും. നിങ്ങളവരെ അനുഗ്രഹമാക്കി തീർക്കാൻ കർത്താവിന് കഴിയും. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അവൻ മാറാത്തവന്, അവൻ ജീവിക്കുന്നവന്. യെസ്, എന്റെ ദൈവം ആമേൻ നമ്മുടെ തലയെ ഉയർത്തുന്ന ദൈവമാണ്, നമ്മളെ വിടുവിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ആ പ്രതിസന്ധികൾ നിങ്ങൾ കാര്യമാക്കണം. ആ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ നിങ്ങൾ കാണും. ഞാൻ ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ട് പറയും, അവനെ മുറുകെ പിടിച്ചൊരു വ്യക്തി, അവനെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി ഒരിക്കലും ലജ്ജിക്കപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ മുമ്പിൽ പല നെഗറ്റീവ് റോൾ മോഡൽസ് കണ്ടേക്കാം, വീണുപോയവർ കണ്ടേക്കാം. പക്ഷേ നിങ്ങളുടെ വിളി അതല്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ പ്രതിസന്ധികളുടെ നടുവിൽ പ്രതിസന്ധിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, കർത്താവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതെ, മോശ പറഞ്ഞതുപോലെ കർത്താവ് ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നിങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കാം. ഇല്ല, നിങ്ങൾ സ്വതന്ത്രരാണ്. ഒരു പിശാചിനും, ഒരു ഇമോഷൻ, ഒരു ഭയത്തിനും, ഒരു നിരാശയ്ക്കും, ആമേൻ, ഒരു ആഭിചാരത്തിനും, ഒരു ശത്രുവിന്റെ പ്രവൃത്തികൾക്കും അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട കാര്യം പോലും. ഭയമൊന്നും, നിരാശയൊന്നും പറയേണ്ട കാര്യമില്ല.
കാരണം ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്നുള്ള സത്യം മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊന്നും നിങ്ങൾ അറിയുകയും കേൾക്കുക പോലും വേണ്ട. ആ ബോധ്യത്തിൽ അങ്ങ് നിന്നാൽ മതി. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ കാണാം. അവൻ കൂടെയുണ്ട്. ജയമാ നിങ്ങളെ നടത്തുവാൻ അവൻ കൂടെയുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് 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 പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളിൽ അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവ് തയ്യാറായി നിൽക്കുന്നു. ഞാൻ വീണ്ടും പറയാം, ഇന്ന് തന്നെ നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ഇപ്പോൾ തന്നെ കർത്താവ് മറുപടി അയക്കാം. വിശ്വസിക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ്, നാളുകളായി അവരെ പിന്തുടരുന്ന ശാപം, തകർച്ച, കർത്താവെ, മാനസികമായ സംഘർഷങ്ങൾ, കുറ്റബോധം, കർത്താവെ, വ്യക്തിത്വങ്ങളിലെ പ്രയാസം കൊണ്ട്, ബന്ധുക്കളിൽ അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ട് മനസ്സ് മടുത്ത് തകർന്നു പോയിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ആ നിലവാരത്തിലെ പൈശാചികമായ കെട്ടുകൾ അഴിയട്ടെ. പ്രതിജീവിത കുടുംബജീവിതത്തിൽ വളരെയേറെ സ്ട്രെസ്സിൽ കൂടെ പോകുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബജീവിതങ്ങളെ ശിഥിലമാക്കുന്ന പിശാചിന്റെ സകല തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ അതിനെ തകർക്കുന്നു. അതിന്റെ അധികാരത്തെ തകർക്കുന്നു. അതിന്റെ ശക്തിയെ തകർക്കുന്നു. ക്രിസ്തുവിന്റെ ജീവൻ ഓരോരുത്തരിലേക്കും വെളിപ്പെടട്ടെ. ഓരോരുത്തരിലേക്കും വെളിപ്പെടട്ടെ. അത്ഭുതം ഇപ്പോൾ നടക്കട്ടെ. വിടുവിക്കപ്പെടട്ടെ കർത്താവേ. യെസ്, ആ ബലഹീനതകൾ അവർ ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ തിരിച്ചറിയത്തക്കവണ്ണം അത്ഭുതം നടക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. മഹത്വം മറക്കപ്പെട്ട കുഞ്ഞാടിനെ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. എന്നാൽ വളരെ മൂല്യമുള്ള ഗ്രന്ഥങ്ങളാണത്. നിശ്ചയമായിട്ട് നിങ്ങൾക്കതൊരു അസറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുകയും ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന പുസ്തകം നിങ്ങൾ വായിച്ച് മറ്റുള്ളവർക്കും അത് വായിക്കാൻ കൊടുക്കുക. ഇല്ലെങ്കിൽ അവർക്കും ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുക. അവരുടെ ജീവിതത്തിൽ അത് നിശ്ചയമായ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. ഈ ദിവസങ്ങളിൽ കേട്ടതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ അല്ല നിങ്ങൾ കാണേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിനെ കാണുക. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി തീരും. God bless you. Amen.